ഇന്നത്തെ നമ്മുടെ റെസിപ്പി സ്നാക്കാണ്. സ്നാക്കൊക്കെ ചെയ്തിട്ട് കുറച്ചായില്ലേ. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കാട്ടോ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. ബ്രെഡ് വെച്ചിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഒരു വെറൈറ്റി ഉണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റ് വേണ്ട ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതിലേക്കൊരു ക്രീമി ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ട് ഒന്ന് മെൽട്ടാക്കി എടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. പാലൊഴിച്ചിട്ട് കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഇതുപോലെ ക്രീമി ആയിട്ട് കിട്ടും കേട്ടോ. അത് വെന്ത് വരുമ്പോൾ ആ മൈദയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ ഇതുപോലെ ക്രീമി ആയിട്ട് കിട്ടും. എന്നിട്ട് അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കുറച്ച് ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഒറിഗാനോയും 2 നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഒരു എക്സ്ട്രാ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു സ്ലൈസ്ഡ് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ ചിക്കനൊക്കെ ഉപ്പും കുരുമുളകും മാത്രമായിട്ട് വേവിച്ച ചിക്കനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങനെ മിക്സിയിലിട്ട് അടിച്ചിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അപ്പോൾ അത് ചേർക്കുന്നില്ല. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിട്ടോ. ഒന്ന് ചൂടാറിയതിന് ശേഷം പിന്നെ ഞാൻ ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അരികുവശമൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ബ്രെഡ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആദ്യം തന്നെ ഒന്ന് പരത്തിയെടുത്താൽ തന്നെ നല്ല സോഫ്റ്റായിട്ട് പരന്ന് കിട്ടും കേട്ടോ. അപ്പം എൻ്റെത് കുറച്ച് ഹാർഡായതുകൊണ്ട് ഞാൻ ആവിക്ക് വേവിച്ചിട്ടാണ് ഇത് പരത്തിയെടുക്കുന്നത്. എന്നിട്ട് റൗണ്ടിലുള്ള എന്തെങ്കിലും വെച്ചിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കുക കേട്ടോ. പെൻസിലാണെങ്കിൽ പെൻസിലായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുള്ള ഈ ഒരു ക്രീം ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. ആദ്യം ഒരു സൈഡിലേക്ക് പിന്നെ മറ്റേ സൈഡിലും ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക. ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്താൽ മതിയിട്ട് അതിൻ്റെ തല്ല് ഭാഗം. പിന്നെ വേണ്ടത് മുട്ടയോ അല്ലെങ്കിൽ ഞാൻ മൈദ കലക്കിയിട്ടാട്ടോ ചെയ്തിട്ടുള്ള മൈദയിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഉപ്പിട്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ മുട്ട കലക്കിയെടുത്താലും മതി. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ എല്ലാം ചെയ്തെടുത്ത ശേഷം നമുക്കിത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഈ രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചൂടായ ഓയിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊന്ന് എല്ലാ ഭാഗവും ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ അടിപൊളി ബ്രെഡ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഉള്ളിലായ ചീസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ചൂടോട് കൂടെ കഴിക്കുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പൊക്കെ എടുത്തിട്ട് അതിലൊക്കെ ഡിപ്പ് ചെയ്തിട്ട് കഴിച്ചാൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇൻഷാല്ലാ പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്